ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമഃ ശിവായ. എല്ലാവർക്കും രുദ്ര മീഡിയയിലേക്ക് സ്വാഗതം. മഹാശിവരാത്രി ദിനത്തെ വരവേൽക്കുവാൻ ലോകമെങ്ങുമുള്ള മഹാദേവ ഭക്തർ ഒരുങ്ങുകയാണ്. പവിത്രമായ മഹാശിവരാത്രി ദിനത്തിൽ വ്രതം ആചരിക്കേണ്ടതെങ്ങനെയെന്നും എന്താണ് മഹാശിവരാത്രിയുടെ ഐതിഹ്യമെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത്. ഹൈന്ദവ ആചാര അനുഷ്ഠാനങ്ങൾ സംബന്ധിച്ച കൂടുതൽ അറിവുകൾ നേടുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അറിവുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ ചാനലിലെ വീഡിയോകൾ ഷെയർ ചെയ്യുക. സർവ ഐശ്വര്യപ്രദായകവും സർവപാപഹരവും സർവാഭീഷ്ടപ്രദായകവുമാണ് മഹാശിവരാത്രി വ്രതം. മഹാദേവ ഭജനത്തിന് ഇതിലും നല്ലൊരു സുദിനം മറ്റൊന്നില്ല. സ്ത്രീശാപം, ഗുരുശാപം, ബ്രാഹ്മണശാപം തുടങ്ങിയ മഹാപാപങ്ങൾ പോലും ശിവരാത്രി വ്രതാനുഷ്ഠാനത്തിലൂടെ നശിച്ചു പോകുന്നു എന്നാണ് ആചാര്യമതം. ദേവാസുരന്മാർ പാലാഴിമതനം ചെയ്യുന്ന സമയം കയറായി ഉപയോഗിച്ച വാസുകിയുടെ വായിൽ നിന്നും പുറത്തു വന്ന അതിഭീകരമായ ഹലാഹല വിഷം ലോകത്തിൻ്റെ നാശത്തിന് കാരണമാവാതിരിക്കുവാൻ ഭഗവാൻ മഹാദേവൻ പാനം ചെയ്തു. വിഷം അകത്തേക്ക് പോകാതിരിക്കുവാൻ ദേവി പാർവതി ഭഗവാന്റെ കഴുത്തും വിഷം പുറത്തേക്ക് വമിക്കാതിരിക്കുവാൻ ശ്രീ മഹാവിഷ്ണു ദേവന്റെ വായും അടച്ചു പിടിക്കുകയും വിഷം ഭഗവാന്റെ കണ്ഠത്തിൽ ഉറഞ്ഞുകൂടുകയും ചെയ്തു. ദേവന്റെ കഴുത്ത് ഇതോടെ നീലവർണം ആവുകയും ചെയ്തു. ഇതേ സമയം മറ്റു ദേവകൾ ദേവി പാർവതിക്കൊപ്പം ഭഗവാന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കുവാൻ ഉറക്കമിളച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രതീകമായാണ് നമ്മൾ മഹാശിവരാത്രി ആചരിച്ചു പോരുന്നത്. മഹാശിവരാത്രി വ്രതാചരണം എങ്ങനെയെന്ന് നോക്കാം. പൂർവികരുടെ ബലിപൂജയ്ക്ക് മുടക്കം വന്നാൽ പിതൃപൂജയോടെ ശിവരാത്രി വ്രതം അനുഷ്ഠിച്ച് പിതൃക്കളെ പ്രീതിപ്പെടുത്തണം. ശിവരാത്രി വ്രതാചരണം തലേന്നാൾ മുതൽ വേണം തുടങ്ങുവാൻ. തലേന്നാൾ രാവിലെ കുളിച്ച് ശിവക്ഷേത്ര ദർശനം നടത്തണം. വീട്ടുമുറ്റത്ത് ചാണകം മെഴുകി വൃത്തിയാക്കിയ സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തി അതിനു മുൻപിൽ നാക്കിലയിട്ട് പൂവ്, അക്ഷതം, ചന്ദനം എന്നിവ കയ്യിലെടുത്ത് തൊഴുതുപിടിച്ച് ഓം പിതൃഭ്യോ നമ എന്ന് 8 പ്രാവശ്യം ജപിച്ച് ഇലയിൽ സമർപ്പിക്കണം. ഈ കർമ്മം 7 തവണ ആവർത്തിക്കണം. പിന്നീട് വിളക്കിനെ 3 പ്രദക്ഷിണം ചെയ്ത് 3 തവണ നമസ്കരിച്ചതിന് ശേഷം ഇലയും അക്ഷതവും ജലാശയത്തിൽ കളയുക. അതിനുശേഷം മാത്രമേ അന്നപാനങ്ങൾ പാടുള്ളൂ. ശേഷം ശിവമന്ത്രങ്ങൾ ജപിക്കുകയും ശിവപുരാണ പാരായണം നടത്തുകയും ചെയ്യാം. അന്നേ ദിവസം സന്ധ്യയ്ക്ക് ശേഷം പാർവതി ദേവിയെ ഭജിക്കാം. ഒപ്പം പഞ്ചാക്ഷരി മന്ത്രം 108 തവണ ജപിക്കുകയും ചെയ്യാം. പിറ്റേന്ന് ശിവരാത്രി ദിനത്തിൽ ഉപവാസമെടുത്ത് വില്വാഷ്ടകം, ശിവാഷ്ടകം, ശിവാഷ്ടോത്തരം എന്നിവയൊക്കെ ജപിച്ച് ശിവഭജനം നടത്തി ക്ഷേത്രത്തിൽ കൂവളത്തില സമർപ്പിച്ച് യഥാവിധി വഴിപാടുകൾ നടത്തി വ്രതം അനുഷ്ഠിക്കുക. ഉറങ്ങാതെ വേണം ശിവഭജനം ചെയ്യേണ്ടുന്നത്. ശിവരാത്രി ഭജനം ക്ഷേത്രത്തിൽ നടത്തുന്നത് ഐശ്വര്യദായകമാണ്. ശിവരാത്രി വ്രത അനുഷ്ഠാനം ശിവരാത്രി ഭജനത്തോടുകൂടി ക്ഷേത്രത്തിൽ നടത്തുമ്പോൾ യാമപൂജകളിൽ പങ്കെടുക്കുവാൻ നമുക്ക് അവസരം ലഭിക്കുന്നു. ഇത് ദേവന്റെ അനുഗ്രഹം നേടുവാൻ ഉപകാരപ്രദമാണ്. ശിവരാത്രി വ്രത ആചരണത്തിന് ശേഷം വ്രതം പൂർത്തീകരിക്കുവാൻ പിറ്റേന്ന് രാവിലെ വിളക്ക് വെച്ച് ആദ്യ ദിവസം നമ്മൾ ചെയ്തതുപോലെ പ്രാർത്ഥിച്ച ശേഷം വ്രതപുണ്യം സമർപ്പയാമി എന്ന് ജപിച്ച് പൂക്കൾ സമർപ്പിച്ച് പാൽ 3 തവണ ഇലയിലൊഴിക്കുക. ശേഷം ഇല ജലാശയത്തിൽ അർപ്പിക്കുക.
ഇത്രയുമാകുമ്പോൾ നമ്മളുടെ ശിവരാത്രി വ്രത അനുഷ്ഠാനത്തിൻ്റെ കർമ്മങ്ങൾ കഴിയുകയാണ്. ശിവരാത്രി ദിനത്തിൽ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ ഭഗവാൻ